എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്കൊരു ഗോബി മഞ്ചൂരിയൻ ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയ സാധനങ്ങളൊക്കെ ഞാൻ ഓരോന്നിടുമ്പം നിങ്ങളെ ഒന്ന് കാണിക്കും. ഓക്കെ. അപ്പോൾ ആദ്യം നമ്മൾ ഒരു ശരീരത്തിനകത്ത് കുറച്ച് വെള്ളം ചിരുപ്പൂടിട്ട് ആ വെള്ളം ഒന്ന് തിളക്കട്ടെ. അപ്പോൾ ആ വെള്ളം തിളയ്ക്കുമ്പം നമുക്ക് അതിന് വേണ്ടിയ ഇത് മസാല ഒന്ന് തയ്യാറാക്കാം. അത് മുക്കി പൊരിക്കാനുള്ള ഒരു കോട്ടിങ് വേണമല്ലോ, അതിനുള്ളത് നമുക്കൊന്ന് തയ്യാറാക്കാം. അപ്പോൾ ആദ്യം ഞാൻ എന്ത് ചെയ്തു, മൈദ എടുത്തു. ഇതാണ്, ഇതിന് നമുക്കൊരു 3 സ്പൂൺ ചേർക്കാം. അതിപ്പം നമ്മൾ എടുക്കുന്നതിൻ്റെ അളവിന് വേണം. ഞാനൊരു ഗോപിയാണ് എടുത്തേക്കണം. പിന്നെ നമുക്ക് കോൺഫ്ലവർ എടുക്കാം. അതും ഞാൻ 3 സ്പൂൺ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇനിയും ബാക്കി നമുക്ക് കലക്കി അതിനകത്ത് ഒഴിക്കാനും വേണം. പിന്നെ നമുക്ക് വേണ്ടിയത്, നമ്മൾ ഉപ്പ് ഇട്ടാവത്തെ നല്ല ഒരു ശകലം ഉപ്പ് ഇട്ട് നമുക്ക് ഇത്രയും ഈ മുളക് പൊടിയും കൂടി എടുക്കുക. അത് നല്ല കാശ്മീരി ചില്ലിയാണ്, അതുകൊണ്ടാണ് നല്ല കളറ്. അപ്പോൾ അതുകൂടെ എടുത്ത് നമുക്ക് ഇതൊരു ശകലം കുറച്ച് ഉപ്പും കൂടെ എടുക്കാം. ഉപ്പ് നമ്മൾ അതിനകത്ത് ഇട്ടിട്ടുണ്ട്, എന്നാലും ഇതിന് വേണ്ടി കുറച്ച് ഉപ്പ് കൂടി ഇട്ടിട്ട് നമുക്ക് ഇതൊന്ന് കലക്കിയെടുക്കാം. അപ്പോൾ ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നമുക്കിതൊന്ന് ബാറ്റർ ഒന്ന് കലക്കിയെടുക്കാം. അപ്പം നമ്മുടെ ഗോപിയെല്ലാം നമ്മൾ ഇങ്ങോട്ടിടുക. നമ്മൾ കഴുകി വെച്ചിരുന്നത് അതൊന്ന് വെന്തെടുക്കാം, ഒന്ന് തിളക്കട്ടെ, അതുവരെ വെയിറ്റ് ചെയ്യും. അപ്പം നമ്മുടെ ഗോപി നമുക്ക് ഇനി കോരിയെടുക്കാം. പിന്നെ ഒരു 5 മിനിറ്റ് വെച്ചാൽ മതി, ഒത്തിരി ഇതായാൽ കൊള്ളത്തില്ല. അപ്പം നമ്മുടെ ഗോപിയെല്ലാം നമുക്ക് ഇനി കോരിയെടുക്കുന്നിടം വരെ വെയിറ്റ് ചെയ്യും. അപ്പം നമ്മുടെ ഗോപിയെല്ലാം ഇനി കോരിയെടുത്ത് ഇനി നമുക്കിതൊന്ന് തണുക്കാൻ വെക്കാം. അപ്പം നമ്മളൊരു ചീനിച്ചട്ടി എടുത്ത് വെച്ച് ഇത് വറുത്ത് പോരാൻ വേണ്ടി ഒരു ചീനിച്ചട്ടി എടുത്ത് വെച്ച് ഒന്ന് കത്തിക്കുക. എന്നിട്ട് അതിൽ ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക. അപ്പോൾ ഓരോരുത്തരും എടുക്കുന്നതിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് വേണം ഇത് കലക്കാൻ. ഇപ്പം ഞാൻ മറ്റേ പാത്രത്തിലിട്ട് കലക്കിയിട്ട് ഞാൻ ഇതിലോട്ട് ഒഴിച്ചു. അപ്പം നമ്മൾ എടുക്കുന്നത് ഇത്രയാണെങ്കിലും അവരവരെടുക്കുന്ന ഗോപിയുടെ അനുസരിച്ച് വേണം, ഫുൽഗോപിയുടെ അനുസരിച്ച് വേണം നമ്മൾ ഇത് മസാല ഉണ്ടാക്കാൻ. അപ്പം നമ്മൾ ഒരു പാത്രത്തിൽ എണ്ണ നമ്മുടെ ചൂടായിക്കൊണ്ടേ ഇരിക്കുന്നു. നമുക്കിതിൽ നിന്ന് കുറച്ച് മുക്കി അതിനകത്തോട്ടൊന്ന് ഇട്ടെല്ലാം ഒന്ന് വറുത്ത് പോരാം. അപ്പം നമുക്ക് നമ്മുടെ എണ്ണ ഒന്ന് ചൂടായെന്ന് തോന്നുന്നു. അപ്പം നമുക്കെല്ലാം ഒന്നിങ്ങനെ അപ്പം ആദ്യം ചെറുതായിട്ടൊന്ന് വാട്ടി നമ്മൾ എടുക്കുന്നുള്ളൂ കേട്ടോ. ഇനി അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യണം, പിന്നെ എല്ലാം കൂടി ഇട്ട് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്യാൻ എടുക്കണം. ഇപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് ഒരു കോട്ടിങ് ഇത് പിടിക്കാൻ വേണ്ടി മാത്രമേ നമ്മളിങ്ങനെ ഒന്ന് വറുത്ത് പോരുന്നു. അപ്പം ഞാനിതെല്ലാം ഒന്ന് വറുത്ത് കൂട്ടിയിട്ട് നിങ്ങളെ കാണിക്കും. അപ്പം നമുക്ക് ഇതിങ്ങനെ ഒന്ന് ഫ്രൈ ആയി കഴിയുമ്പോൾ നമുക്ക് ഇത് ഇനി കോരിയെടുക്കാം. ഒത്തിരി ഫ്രൈ ആവണ്ട. നമ്മൾ അതിൻ്റെ ബാക്കിയെല്ലാം കൂടെ നമുക്കൊന്ന് കോരി ചുട്ടിട്ട് നിങ്ങൾ. അപ്പം നമ്മൾ ആദ്യം ആ ഗോപിയെല്ലാം ഗോപി എന്ന് പറയുന്നില്ല, ഈ കോൺഫ്ലവർ ഇതെല്ലാം കൂടി ഇട്ട് നമ്മൾ വറുത്ത് കോരി നമ്മളിവിടെ ഇത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെറുതായിട്ട് ഇതൊന്ന് മൂപ്പിച്ചുള്ളായിരുന്നു. ഇനി ഞാൻ ഈ കുറച്ചുകൂടെ എണ്ണ ഒഴിച്ചിട്ട് ഇനി നമുക്കിത് നന്നായിട്ട് ഒരു 5 മിനിറ്റ് മതി. അത് അതിനകത്തോട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് നമുക്കിതിനെ എടുക്കാം. അപ്പം അത് നിങ്ങളെ ഞാൻ കാണിക്കാം. അപ്പം നമ്മൾ രണ്ടാമത് ഇട്ടത് ഷാഡോ ഫ്രൈ ചെയ്ത് നമ്മൾ ആദ്യം ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റിയില്ല. പിന്നെ നമ്മൾ അത് രണ്ടാമത് ഒന്നുകൂടെ നല്ല വൃത്തിയായിട്ട് മൂപ്പിച്ചെടുക്കാൻ വേണ്ടിയാണ് ഞാൻ ഒന്നുകൂടെ ഇട്ടത്. അപ്പോൾ അത് കിടന്ന് മൂക്കും, നമുക്ക് അതുവരെ വെയിറ്റ് ചെയ്യും. അപ്പം ഇത് നമുക്ക് മൂപ്പിച്ച് പോരുന്നത് നമുക്ക് ഇങ്ങോട്ടെടുക്കാം. അപ്പം ഞാൻ വീണ്ടും പറയുന്നു, ഓരോരുത്തർ എടുക്കുന്നതിൻ്റെ അളവിൻ്റേത് തന്നെ വേണം മൈദ ഒക്കെ ചേർക്കാൻ, കോൺഫ്ലവർ.
ഇപ്പം ഞാൻ അത്രയും നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ. ഓരോരുത്തരും എടുക്കുന്നതിൻ്റെ അനുസരിച്ച് നിങ്ങളെടുക്കും. അപ്പം ഞാൻ വേറൊരു ചീനിച്ചട്ടി അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ വറുത്ത് കോരി അതിൻ്റെ എണ്ണ തന്നെ നമുക്ക് ഇച്ചിരി ഇങ്ങോട്ട് ഒഴിക്കാം. അപ്പം കുറച്ചെണ്ണം മതി, നമുക്കിത് വറക്കാൻ മതി എണ്ണ. മറ്റേത് നമ്മളിനി ഇത് ഇതിൻ്റെ ഗ്രേവി വേനായി ഉണ്ടാക്കണമല്ലോ. അപ്പം ഞാൻ ആ മസാല തന്നെ ഇങ്ങോട്ടിട്ട് ഇനി അതിനകത്ത് വേണ്ടിയ സാധനങ്ങൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഞാൻ പേസ്റ്റാക്കിയും വെച്ചിട്ടുണ്ട്. കുറച്ച് വെളുത്തുള്ളി ഞാൻ ചെറുതായിട്ട് അരിഞ്ഞും വെച്ചിട്ടുണ്ട്. 3 ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ആദ്യം ഈ വെളുത്തുള്ളി അപ്പം ഗോബി മഞ്ചൂരിയന് വെളുത്തുള്ളിയാണ് ഫ്ലേവറായിട്ട് നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് വെളുത്തുള്ളിയും കൂടെ എടുത്തത്. ആ വെളുത്തുള്ളി ഒന്ന് മൂത്തിട്ട് അതിനകത്തോട്ട് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ പേസ്റ്റ് ചെയ്യാം. അപ്പോൾ അത് രണ്ടും കൂടെ കിടന്നൊന്ന് നല്ലോണം മൂക്കണം. അപ്പം നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിക്കകത്തോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന കുഞ്ഞായിട്ട് അരിഞ്ഞു വെച്ചിരുന്ന 3 ഉള്ളി അരിഞ്ഞു വെച്ചതൂടെ ചേർക്കാം. എന്നിട്ട് ഇത് നമുക്കൊന്ന് നല്ലോണം മൂപ്പിക്കാം. ഇപ്പം നമ്മുടെ ഗോബി മഞ്ചൂരിയൻ്റെ ഉള്ളിയും ഇതൊക്കെ ഇട്ടു. ഇനി നമുക്ക് ഇതിനകത്തോട്ട് വേണ്ടിയത് നമുക്ക് കുറച്ച് ഇത് ചേർക്കാം. സോയാ സോസ്, പിന്നെ നമ്മൾ അരച്ചിട്ട് ടൊമാറ്റോ സോസ്, അപ്പം ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഇതിന് ഉപ്പിട്ടായിരുന്നു കേട്ടോ, കുറച്ച് ഉപ്പിട്ടിട്ടോ. അപ്പം ഇത് നമുക്കൊന്ന് എന്നിട്ട് നമ്മൾ ഈ ഉള്ളി കിളിച്ചയില്ലേ, ഉള്ളിയുടെ ഇല നമുക്ക് കുറച്ച് ഇതിനകത്തോട്ടിടാം. ഇതിവിടെ ഞാൻ നട്ടത് തന്നെ, അതിൻ്റെ കണ്ടിച്ച് എടുത്തതാണ്. അപ്പം നമ്മൾ സോയാ സോസും ടൊമാറ്റോൻ്റെ കെച്ചപ്പും ഒഴിച്ചു. അത് എല്ലാം മൂത്തിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്കൊരു കാര്യം ചെയ്യാം, ഇച്ചിരി വെള്ളം ഒഴിക്കാം. അപ്പം നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ട്. നമ്മൾ കോൺഫ്ലവർ ഇച്ചിരി കലക്കി വെച്ചിട്ടുണ്ട്. നമുക്കത് ആവശ്യത്തിന് ഇച്ചിരി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊന്നാണ്. അപ്പോൾ ഇതിനൊരു കൊഴുപ്പിന് വേണ്ടിയാണ് നമ്മൾ ഈ കോൺഫ്ലവർ ഒഴിക്കുന്നത്. അപ്പം ഗോബി മഞ്ചൂരിയയുടെ മസാല എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ഒരു 5 മിനിറ്റ് ഇതൊന്ന് ബെൻഡ്, ഈ മസാല എല്ലാം അതിലൊന്ന് പിടിക്കട്ടെ. നമ്മൾ കോൺഫ്ലവർ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ ഗോബി മഞ്ചൂരിയനിലെ മസാല എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ വറുത്ത് കോരി വെച്ച ഗോബി വറുത്ത് കോരി വെച്ച് അത് അതിനകത്തോട്ട് ഇടാം. നമുക്കിതിട്ടൊന്ന് നല്ലതായിട്ടൊന്ന് ഇളക്കിയിട്ട് ഇതിലൊന്ന് പിടിപ്പിക്കും.
ഇപ്പം നമ്മുടെ ഗോബി മഞ്ചൂരിയൻ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഉള്ളിയുടെ ഇലയില്ലേ, അത് നമുക്ക് ഇച്ചിരി അപ്പം ഗോബി മഞ്ചൂരിയൻ എല്ലാം നല്ലതായി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാത്രത്തിനകത്തോട്ട് നമുക്ക് നിങ്ങളെ ഞാനൊന്ന് കാണിക്കാം. ഇച്ചിരി ഊരിയെടുക്കാം. അപ്പം ഞാൻ ഗ്യാസ് അങ്ങ് നിർത്തി. അപ്പം നല്ല അടിപൊളി ഗോബി മഞ്ചൂരിയൻ നിങ്ങളെല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കുക. വലിയ പ്രയാസമൊന്നുമില്ല. എനിക്കറിയാവുന്ന രീതിയിൽ നിങ്ങളെ ഞാൻ കാണിച്ചിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഒന്നുണ്ടാക്കി നോക്കിയേ. ഓക്കെ, ബൈ.